തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയിലേക്ക്. പിന്നീട് അത് കൊന്നത് സ്വന്തം ഉറ്റവരാണ്, പ്രിയപ്പെട്ടവരാണ് ആ കുഞ്ഞിൻ്റെതെന്ന് കേട്ടപ്പോൾ കൂടുതൽ നെഞ്ചുലയ്ക്കുന്ന ഒരു വിവരമായത്. എന്തായാലും അല്പസമയത്തിനകം കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. കുടുംബ വീടിനോട് ചേർന്നാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുഞ്ഞ് ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരിച്ചത്. കുഞ്ഞിനെ കൊന്ന ശേഷം കിണറ്റിലെറിയുകയായിരുന്നു എന്നൊരു സംശയം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി അത് മാറിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് തന്നെയാണ് എന്നത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. അതായത് കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിൽ ഉപേക്ഷിച്ചതല്ല, അല്ലെങ്കിൽ ഒളിപ്പിച്ചതല്ല, പകരം കിണറ്റിലേക്ക് ജീവനോടെ കുഞ്ഞിനെ 2.5 വയസ്സുകാരിയെ ഈ ക്രൂരകൃത്യം ചെയ്തവർ ഇടുകയായിരുന്നു. അതായത് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. കിണറ്റിൽ വീണ ശേഷം വെള്ളം ശ്വാസകോശത്തിൽ കയറിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതായത് ജീവനോടെ കുഞ്ഞിനെ കിണറ്റിലെറിയുകയാണ് എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിയിക്കുന്നു. പക്ഷേ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒന്നും തന്നെ മുറിവിൻ്റെ പാടുകളില്ല, അല്ലെങ്കിൽ മറ്റ് മൽപ്പിടുത്തങ്ങൾ ഉണ്ടായതിൻ്റെ ഒന്നും തന്നെ പാടുകളില്ല. അതായത് കുട്ടിയെ ഒന്നുകിൽ ഉറങ്ങിക്കിടന്നപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഏതായാലും അത്തരം നീചമായൊരു പ്രവൃത്തിയാണ്. അത് അമ്മാവൻ്റെ ആണോ അതോ അമ്മയുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടായത് എന്ന കാര്യത്തിൽ മാത്രമേ ഇനിയൊരു വ്യക്തത വരേണ്ടതുള്ളൂ. അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തി എന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് 2.5 വയസ്സുകാരിയെ ഈ ക്രൂരകൃത്യത്തിന് ഇരയാക്കിയത് എന്നതിന് ഉത്തരമാണ് പോലീസ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, ഈ അമ്മാവൻ ഹരികുമാറിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമായിരുന്നില്ല. പല ഘട്ടത്തിലും പല സ്ത്രീകളുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവിടെ സംസാരം അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. മോശമായുള്ള പെരുമാറ്റം സഹോദരിയോടടക്കം അവർ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവം അമ്മാവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഈ വിഷയങ്ങളെല്ലാം അവരുടെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ആ വീട്ടിൽ നടക്കുന്നു. ഇതെല്ലാം എന്തിൻ്റെ പേരിലായിരുന്നു ഈ സംഭവങ്ങൾ എന്നതാണ് അതെല്ലാം ഈ കുഞ്ഞിൻ്റെ മരണത്തിലേക്ക്, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ മാത്രമുള്ള സാഹചര്യങ്ങൾ ഇന്നലെ എന്താണ് ഉണ്ടായത് എന്നതിലാണ് പോലീസിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയും സഹോദരനും ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ വാട്സപ്പ് ചാറ്റിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മാവൻ ഹരികുമാറിനെ കുറിച്ചുള്ള ഈ കുട്ടിയുടെ അമ്മയുടെയും അമ്മയുടെ സഹോദരനും തമ്മിലുള്ള സംഭാഷണങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നത്. അത് തന്നെ പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഏതായാലും ഈ പരസ്പര വിരുദ്ധമായുള്ള കാര്യങ്ങളാണ് ഇരുവരും പറയുന്നത്. കുഞ്ഞിന്റെ അമ്മയും അതുപോലെ തന്നെ അമ്മാവനും. പുതിയ വിവരം വരുന്നുണ്ട്. നമ്മൾ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും അവിടേക്ക് വരുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അമ്മയെ വിടുന്നില്ല, പക്ഷെ അച്ഛനെയും മുത്തശ്ശിയെയും ഇത് കാണാൻ അനുവദിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്ക് പോകാൻ അനുവദിച്ചു എന്ന് അറിയുന്നു. പോലീസ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും അച്ഛന് ഈ ക്രൂരകൃത്യത്തിൽ പങ്കില്ല എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. മുത്തശ്ശിക്ക് ഇതിൽ പങ്കില്ല എന്ന് നേരത്തെ തന്നെ പോലീസ് ഏകദേശ നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. അച്ഛനും ഇതിൽ കാര്യമായ പങ്കില്ല, കാരണം അച്ഛനുമായി അകൽച്ചയിലായിരുന്നു. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയിലായിരുന്നു. അപ്പോൾ ഈ മരണാനന്തര ചടങ്ങിൽ, മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമായാണ് 16 ദിവസം മുൻപ് ഈ വീട്ടിലേക്ക് അച്ഛൻ എത്തുന്നത്, ശ്രീജിത്ത് എത്തുന്നത്. അപ്പോൾ അച്ഛന് ഇന്നലെ നടന്ന ഈ സംഭവവുമായി കാര്യമായ ബന്ധങ്ങളൊന്നുമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അധികം വൈകാതെ തന്നെ അവരെ വിട്ടയക്കും എന്ന സൂചനകളും പോലീസ് നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ആകണം ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുത്തശ്ശിയെയും അച്ഛനെയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം കിണറിൽ എറിഞ്ഞതല്ല, കുഞ്ഞിനെ കിണറിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശ്വാസകോശത്തിൽ വെള്ളം കയറി തന്നെയാണ്, ശ്വാസം മുട്ടിയാണ് ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. അതായത് ഈ ക്രൂരകൃത്യം ചെയ്തതിലെ പങ്ക് അമ്മയ്ക്കും അമ്മാവനും, ആരാണ് ആ ക്രൂരകൃത്യം ചെയ്തത്, അതിൽ ഇരുവർക്കും അറിവുള്ള എന്ത് കാര്യമാണ്, എന്തിനു വേണ്ടിയാണ് ഈ കുഞ്ഞിനെ ഇരയാക്കിയത്, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. പോലീസിനെ വലയ്ക്കുന്നത് ഇരുവരും സംസാരിക്കുന്ന കാര്യങ്ങളിലെ വൈരുദ്ധ്യങ്ങളാണ്. അപ്പോൾ അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് സംഘം
ഇവരെ ഒറ്റയ്ക്കെല്ലാം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പോലീസ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ ഹരികുമാറിൻ്റെ സ്വഭാവം അത്ര നല്ല സ്വഭാവമുള്ള ഒരാളല്ല. പലതരത്തിൽ ഇത്തരത്തിൽ പല സ്ത്രീകളുമായുള്ള ചില ബന്ധത്തിൻ്റെ പേരിലെല്ലാം തന്നെ ഇത് സംസാരമാവുകയും അത്തരത്തിൽ ആളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം പല തരത്തിൽ ആ വീട്ടിൽ പ്രകടിപ്പിക്കും. വിവരങ്ങളാണ് പ്രശാന്ത് കൃഷ്ണ നൽകിക്കൊണ്ടിരിക്കുന്നത്.